അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിവിടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ വ്ളോഗ് മേറാജ് നോമ്പുതുറയാണ് കേട്ടോ. കുറച്ച് വൈകിപ്പോയി ഞാനിത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പുതുറ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസും കുറേ റെസിപ്പികളൊക്കെ ഉണ്ട്. റവ പാലപ്പുണ്ട്, അതുപോലെ തന്നെ കുറുമ ഉണ്ട്, ചിക്കൻ കുറുമ, അങ്ങനെ കുറച്ച് റെസിപ്പികളൊക്കെ നമ്മൾ ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് റവ പാലപ്പത്തിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 3 കപ്പ് അളവിൽ റവ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ വെള്ള അവിലാണ് കേട്ടോ ചേർക്കുന്നത്. മട്ടാവിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1.25 കപ്പ് അളവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം 3.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നങ്ങ് കുതിരാൻ വേണ്ടി വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം മതിയാകും കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് മാറ്റി നോക്കുമ്പോൾ നന്നായിട്ട് റവയൊക്കെ അവിലൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ. രണ്ടും നന്നായിട്ട് കുതിർന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട്, ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ കുറച്ചായി ഇട്ടിട്ട് അരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്, വലിയ ജാറായതുകൊണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഈ ഒരു ബാറ്ററി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുക. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, മിക്സീനെ ജാറ് കഴുകി ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. നന്നായിട്ടൊന്നങ്ങ് വടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് അടച്ചിട്ട്, ഞാൻ വെയിലുള്ളത് കൊണ്ട് ഏകദേശം ഒരു 2-2:30 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചൂടുള്ള വെള്ളം താഴെ വെച്ചിട്ട് അങ്ങനെ വെക്കാം. എങ്ങനെയാണെന്നുള്ള അടുപ്പിൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഏകദേശം ഒരു വിസിലാകുന്നവരെ ഒന്നങ്ങ് അടുപ്പിൽ വെക്കാം കേട്ടോ. ഒരു വിസിലായതിൻ്റെ ശേഷം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഏകദേശം ബസ് ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്ററിലധികം നടന്നു വരണം. നോമ്പും എടുത്തിട്ടുണ്ട്, നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ മേല് കഴുകാൻ വേണ്ടി പറഞ്ഞ് നിസ്കരിക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കനും കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയിലേക്ക് വലിയ ജീരകം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജീരകം കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ, വേറെ ഒന്നും ചേർത്തിക്കില്ല. അപ്പോൾ തേങ്ങ നമ്മൾ തേങ്ങാപ്പാലൊന്നല്ല ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങ തന്നെയാണ്. തേങ്ങ അരച്ചത് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുരുമുളക് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വറവ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും മുളകും ഒക്കെ നോക്കാം കേട്ടോ. ഉപ്പും എരിവൊക്കെ നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ എരിവിന് കുരുമുളകും ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നന്നായി തിളച്ച് തണുത്ത് വന്നപ്പോൾ ഇതേപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറവ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിയിൽ കറിവേപ്പില ഇട്ടിട്ട്, വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ടിട്ട് നമ്മളിതിൽ വറവ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. പാലപ്പത്തിലേക്ക് വേറെ ലെവലാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ മന്തിയാണ്, ഇതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പറയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഒന്നുകിൽ കുക്കിംഗ് ചാനലിലായിരിക്കും, അല്ലെങ്കിൽ ഈ ചാനലിലായിരിക്കും, തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടും. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പിയും പേരും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ റൈസ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ചിക്കനിൽ ആ വെള്ള കളർ കണ്ടിട്ട് ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. കാരണം ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നോമ്പ് കാലത്ത് നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ വരുന്ന വ്ളോഗിലോ
അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നദീറ ഷാഫി എന്ന് അടിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ റവ പാലപ്പം ഇതാ അടിപൊളിയായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. പാലപ്പം മാവ് നമുക്ക് ഒരു സ്നാക്സ് തയ്യാറാക്കണം കേട്ടോ. സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോമ്പ് തുറന്നേം പാട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പപ്സ് പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ പപ്സ് പോള തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പരിപാടി എടുക്കാൻ പോയപ്പോൾ ഫിദമോൾ ഇതാ അവിൽ മിൽക്കിൻ്റെ പരിപാടിയില്ല കേട്ടോ. അവിൽ മിൽക്കിന് കടല ഇല്ലാത്തതുകൊണ്ട് കടല മിഠായിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉള്ള അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ ഒരിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോട്ടെ, ഒരു നോമ്പൊക്കെ എടുത്തതല്ലേ, ഒരിഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ തന്നെ സ്വന്തമായിട്ട് ആദ്യം പറഞ്ഞ് കൊച്ചിക്കോയ ഉണ്ടാക്കാമെന്ന്, പിന്നെ പറഞ്ഞ് അവിൽ മിൽക്ക് എന്ന്. അങ്ങനെ അവളെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനങ്ങ് ഫ്രീ ആക്കി കൊടുത്തു. പഞ്ചസാര ഞാൻ പാകത്തിന് ഇട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ ഇടുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരുപാടാവും, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോകും, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഞാൻ പാകത്തിന് പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്തു. ബാക്കിയൊക്കെ ഫിദമോൾ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഉടച്ചതിന് ശേഷം തണുത്ത പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ലാസ്റ്റ് നോമ്പ് തുറക്കാൻ സമയത്ത് ബാങ്ക് കൊടുക്കാൻ സമയത്ത് ബാക്കിയൊക്കെ അവിലൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾ തന്നെ ചെയ്തോളൂ, ആ ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ഇവിടെ ചിക്കൻ പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പപ്സ് പോള തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് റവ പാലപ്പം തയ്യാറാക്കാം. അപ്പം നിങ്ങൾ ഇതുവരെ റവ പാലപ്പം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങൾ തയ്യാറാക്കി നോക്കണം. നമ്മൾ തലേദിവസം അരിയൊക്കെ വെള്ളത്തിലിടാനും അതുപോലെ അരച്ച് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഈ ഒരു റവ പാലപ്പം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ്, ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ റവ പാലപ്പവും തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, തയ്യാറാക്കാത്തവർ തയ്യാറാക്കി നോക്കുക. കമൻറ്റ് ചെയ്യാൻ എന്തും തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന റെസിപ്പി ആണെങ്കിൽ ഞാൻ അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ റവ പാലപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.